വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു റവ ദോശ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പച്ചമുളകുണ്ട്, സബോളയുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതാ ഞാൻ ക്യാരറ്റ്, സബോള, ബീൻസ്, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള റവ എടുക്കാം. ഞാൻ ദാ ഈ കപ്പിൽ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ റവയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് അടയ്ക്കാം. ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ, അതൊന്ന് കുതിർന്ന് വരട്ടെ. കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ജാറിനകത്തേക്ക് നമ്മൾ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന റവയുണ്ടല്ലോ, അത് ഒന്ന് കോരി ഇടാം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ ലാസ്റ്റ് ആ റവയുടെ ഇരുന്ന് ആ ബൗളിലിരുന്ന് അതിനകത്ത് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് അതുകൂടെ ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് അടയ്ക്കാം. അടച്ചിട്ട് അരച്ച് കൊണ്ടുവരാം. ഞാൻ അരച്ച് കൊണ്ടുവന്ന് ഒരു ബൗളിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുക്കണേ. അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. റവയ്ക്ക് പകരം റാഗിയോ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അതോ ഓട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഒരു പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം. നല്ലെണ്ണ തൂക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ തൂത്താലും മതി കേട്ടോ. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനകത്ത് പാനകത്തൊക്കെ എണ്ണ തൂക്കുന്ന ആ സാധനം. ഇനി നമുക്ക് നല്ലതായിട്ട് നമ്മുടെ പാനൊക്കെ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ദോശയുടെ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, നമ്മുടെ അരിമാവ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. വലിപ്പത്തിൻ്റെ അനുസരിച്ച് പരത്തി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് അങ്ങ് വലുപ്പത്തിൽ ഉണ്ടാക്കുന്നില്ല. ഇത്രയും വലുപ്പത്തിലേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ക്യാരറ്റ്. ഇത് നമുക്ക് ക്യാരറ്റിൻ്റെ കൂടെ ഇനി നമുക്ക് പിന്നെ ബീട്രൂട്ടില്ലേ, ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ആ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ബീൻസ് ഇല്ലേ, ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞ ബീൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചൊന്ന് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോഴത്തേനും ആ മാവിനകത്ത് അതങ്ങ് അമുങ്ങിയിരിക്കും. ഇനി നമുക്കൊരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ദാണ്ട് ഈ ചെറിയ ചട്ടുകം വെച്ചൊന്ന് മറിച്ചിടാൻ നോക്കുന്നിട്ട് അതങ്ങ് നീങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു ചട്ടുകം എടുത്തതാണ്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ തന്നെ ഒരു തവി എടുത്തു. ഇനി ഇത് വെച്ച് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 വശവും ഒന്ന് മുരിഞ്ഞ് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതെടുത്ത് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. നല്ലതായിട്ട് നല്ല പൂ പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ബീട്രൂട്ടൊക്കെ ഇടുകയാണെങ്കിൽ ഇത്രയും കൂടെ കളർഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ. രാവിലെയോ വൈകിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പം ഇതുപോലെ റവയോ ഓട്സോ ഗോതമ്പ് പൊടിയോ ഒക്കെ വെച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരും കഴിച്ചോളും. കാരണം പച്ചക്കറിയൊന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതുപോലൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തടവിയാലും മതി. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഇത് ചുട്ടെടുക്കാനായിട്ട് തടവി കൊടുത്തത്. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.